എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാർക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ ഈ അടുത്തൊക്കെ കേരള PC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ഇഡിയംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഈ അടുത്തൊക്കെ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബോർഡ് ഓഫ് കണ്ടൻഷൻ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഇഡിയം. ഇഡിയം ബോർഡ് ഓഫ് കണ്ടൻഷൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഡിയം എന്താണ്? ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതാണ് നമ്മുടെ ഇഡിയം. ബോൺ ഓഫ് കണ്ടൻഷൻ ഇവിടെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ്. ഒരു തർക്കത്തിന് കാരണമായ വിഷയം എന്ന തരത്തിൽ നമ്മൾ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്ന ഇഡിയം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്ന ഇഡിയം എന്താണ്? സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ്. ഒരു തർക്കത്തിന് കാരണമായ വിഷയം എന്നൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇഡിയമാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന ഇഡിയം. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി? എ ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി എന്ന ഇഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. എ മാൻ ഹൂ പ്രിവെൻസ് അതർ ഫ്രം എൻജോയിങ് സംതിങ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എ മാൻ ഹൂ പ്രിവെൻസ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്, അതായത് മറ്റൊരാൾക്ക് ഒരു കാര്യം ആസ്വദിക്കുന്നതിൽ നിന്ന് തടുക്കുന്ന ഒരു മനുഷ്യനെ, വ്യക്തിയെ ഒക്കെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എ ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി എന്ന് പറയാൻ പറ്റും. ആ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തമായിട്ട് ആവശ്യമില്ലാത്ത ഒന്നിനെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാനോ ആസ്വദിക്കാനോ അനുവദിക്കാത്ത സ്വാർത്ഥനായ ഒരാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ മാൻ ഹൂ പ്രിവെൻസ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് എന്ന അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ് എ ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടുത്ത ചോദ്യം ഒരു ഇഡിയമാണ്. അത് ഫില്ല് ചെയ്യാനായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർക്ക് ടു ഇൻ ഡാഷ് ബുഷ് എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഇഡിയം. അപ്പോൾ ഇവിടെ നമ്മളിത് ഫില്ല് ചെയ്യണം. ഇവിടെ ഫില്ല് ചെയ്യുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ഇഡിയം എന്ന് പറയുന്നത് എ ബേർഡ് ഇൻ ഹാൻഡ്, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത്, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്, ഇൻ ദ ബുഷ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്നാണ് ആ ഒരു ഇഡിയം യഥാർത്ഥത്തിൽ വരുന്നത്. ഇവിടെ ഈ ഒരു ഇഡിയം എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ, കയ്യിലുള്ള ചെറിയ നേട്ടത്തിൽ സംതൃപ്തി അടയുന്നതാണ് ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത വലിയ നേട്ടങ്ങൾക്കായിട്ട് അതിനെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് എന്നാണ് ഇവിടെ ഈ ഒരു ഇഡിയം അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. നമ്മളെ കൈവശമുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നേട്ടത്തിൽ നമ്മൾ സംതൃപ്തിയിലാകുക. അതേസമയത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് പുറകെ നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് കാണുന്ന നേട്ടങ്ങൾക്ക് പുറകെ നമ്മൾ പോയിട്ട് ഈ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അതാണ് ശരിക്കും ഇവിടെ ഈ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഇഡിയം. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്യാനായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അടുത്തത് എ പീസ് ഓഫ് കേക്ക്. എത്രയോ തവണ റിപ്പീറ്റായി ചോദിച്ച ഒരു ഇഡിയമാണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ വെരി ഈസി ടാസ്ക് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വെരി ഈസി ടാസ്ക് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വെരി ജനറസ് എന്നാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ ഫില്ല് ചെയ്യണം. തന്നിരിക്കുന്ന ഇഡിയം കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. റിപ്പീറ്റായിട്ട് PSC ചോദിക്കുന്ന ഒരു ഇഡിയമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളിവിടെ പരിചയപ്പെടുന്ന ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഡിയം. ഈ ഒരു ഇഡിയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിരളമായി അല്ലെങ്കിൽ അപൂർവമായി എന്നൊക്കെ ഒരു അർത്ഥത്തിൽ വരുന്നതാണ്. വിരളമായി
വിരളമായി അല്ലെങ്കിൽ അപൂർവമായി, വിരളമായി അല്ലെങ്കിൽ അപൂർവമായി, ഈ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഇഡിയം. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വെരി ജനറസ് എന്നാണ് വരേണ്ടത്. അതായത് മാനേജ്മെന്റ് അത്ര ഉദാരമല്ലാത്തത് കൊണ്ട് കമ്പനി ജീവനക്കാർക്ക് വളരെ അപൂർവമായി മാത്രമേ ബോണസ് നൽകാറുള്ളൂ എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മാനേജ്മെന്റ് എന്താണ് അത്ര ഉദാരമല്ലാത്തതുകൊണ്ട് കമ്പനി ജീവനക്കാർക്ക് വളരെ അപൂർവമായി, അപ്പോൾ ആ ഒരു അപൂർവമായി എന്ന് പറയുന്ന ഒരു അർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ ഏത് ഇഡിയം ഉപയോഗിച്ചിരിക്കുന്നത്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ള തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ആ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഡിയമാണ്, മറക്കാതെ പഠിച്ചു വെക്കുക. അടുത്തത് അവർ ന്യൂ എംപ്ലോയീസ് ഈസ് ഗുഡ് അറ്റ്, ഇവിടെ ഡാഷ് ആണ് പിന്നെ കൊടുത്തത്. ഈ തന്നിരിക്കുന്ന ഇഡിയം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ ഓപ്ഷൻ ബി ആണ് അർത്ഥമായിട്ട് വരുന്നത്. അവർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാണ് വരേണ്ടത്. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാണ് വരേണ്ടത്. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിൽ ചിന്തിക്കുക. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു രീതിയിൽ ചിന്തിക്കുക, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കുന്നത്. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശൈലിയുടെ അർത്ഥം സാധാരണവും പരമ്പരാഗതവുമായ രീതികളെ പിന്തുടരാതെ പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും സർഗാത്മകവും വ്യത്യസ്തമായിട്ടുള്ള രീതിയെ സമീപിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന. ഒരു ജീവനക്കാരനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് അതെന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നതാണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്, ഈ ചോദ്യം കംപ്ലീറ്റ് അല്ല, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഡാഷ് ദ എൻറ്റയർ പ്രൊസീജർ വാസ് പെയിൻഫുൾ. ഇതാണ് നമ്മളെ ചോദ്യം. ഇവിടെ ഈ ഡാഷിന്റെ ഭാഗത്ത് തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഇൻ എ നട്ട്ഷെൽ എന്നാണ്. ഇൻ എ നട്ട്ഷെൽ ദ എൻറ്റയർ പ്രൊസീജർ വാസ് പെയിൻഫുൾ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇൻ എ നട്ട്ഷെൽ ദ എൻറ്റയർ പ്രൊസീജർ വാസ് പെയിൻഫുൾ. അപ്പോൾ ഇൻ എ നട്ട്ഷെൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കത്തിൽ എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മുഴുവൻ നടപടിക്രമവും വേദനാജനകമായിരുന്നു എന്നാണ് ഇവിടെ ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം വരിക. അപ്പോൾ ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്നൊരു മീനിങ്ങിൽ കൊടുക്കുന്നതാണ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എ നട്ട്ഷെൽ ദ എൻറ്റയർ പ്രൊസീജർ വാസ് പെയിൻഫുൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ മുഴുവൻ നടപടിക്രമവും എന്താണ് വേദനാജനകമായിരുന്നു എന്നാണ് മീനിങ് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു ചോദ്യം ഫുള്ളല്ല, ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ്, ഇൻ എ നട്ട്ഷെല്ലിൻ്റെ അതേ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ഇനി അടുത്ത് നോക്കുക. ഷീ റെഫ്യൂസ് ടു ബി ലെഡ് ബൈ ദ നോസ്, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം അണ്ടർലൈൻഡ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷീ റെഫ്യൂസ് ടു ബി ലെഡ് ബൈ ദ നോസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടു ബി ലെഡ് ബൈ ദ നോസ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ അർത്ഥമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടു ബി ലെഡ് ബൈ ദ നോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായും നിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് ടു ബി ലെഡ് ബൈ ദ നോസ് എന്ന് പറയുന്ന ഇഡിയം എന്ന് പറയുന്നത്. അപ്പം മറ്റൊരാളുടെ മുക്കിൻ താഴെ നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായമോ തീരുമാനങ്ങളോ എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ ടു ബി ലെഡ് ബൈ ദ നോസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ടു ബി സബ്മിസീവ് എന്നാണ് ഇവിടെ നമ്മുടെ അർത്ഥമായിട്ട് വരേണ്ടത്. ടു ബി സബ്മിസീവ്, അതായത് കീഴടങ്ങുന്ന സ്വഭാവം അല്ലെ. സബ്മിസീവ് എന്ന വാക്ക് കീഴടങ്ങുക എന്നൊരു അർത്ഥത്തിലല്ല വരിക. മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ,
ആ ഒരു മീനിങ്ങിൽ വരുന്ന ഒരു ഇഡിയമാണ് ടു ബി ലെഡ് ബൈ ദ നോസ് എന്ന് പറയുന്നത്. അപ്പോൾ ടു ബി സബ്മിസീവ് എന്നതാണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. അടുത്തത് പീസ് ഓഫ് കേക്ക് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് നമ്മൾ പറഞ്ഞതാണ്. സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് നമ്മൾ പറഞ്ഞതാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ, ചിലപ്പോൾ ഇത് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്നും ചോദിക്കാറുണ്ട്. ഈ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ടിൻ്റെ മറ്റൊരു ഇഡിയമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തതിലേക്ക് വരാം. അടുത്ത ഇഡിയം നോക്കുക. ആഫ്റ്റർ ഹെർ ഡൈവോഴ്സ് ഷീ ടേൺ ദ കോർണർ ആൻഡ് ബിക്കം ഹാപ്പിയർ ദാൻ എവർ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇഡിയത്തിൻ്റെ അർത്ഥമാണ് നമുക്ക് അറിയേണ്ടത്. ടേൺഡ് ദ കോർണർ, ഇതാണ് നമ്മുടെ ഇഡിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്തെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടേൺ ദ കോർണർ എന്ന് പറയുന്ന ആ ഒരു ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക. ആഫ്റ്റർ ഹെർ ഡൈവേഴ്സ് ഷീ ടേൺ ദ കോർണർ ആൻഡ് ബിക്കം ഹാപ്പിയർ ദാൻ എവർ. ഡൈവേഴ്സ് ആയതിനു ശേഷം അവൾ എന്താണ് എല്ലായ്പ്പോഴേക്കാളും ഇപ്പോൾ എന്താണ് വലിയ ഹാപ്പിയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. ഈ ഡൈവേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ടു പാസ് ദ ക്രൈസിസ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ടേൺ ദ കോർണർ എന്ന ആ ഒരു ശൈലിയുടെ അർത്ഥം, ടേൺഡ് ദ കോർണർ എന്ന ആ ഒരു ശൈലിയുടെ അർത്ഥം എന്തെങ്കിലും ഒരു ദുരന്ത ഘട്ടം കഴിഞ്ഞ് നല്ലൊരു അവസ്ഥയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് നമ്മളെന്താണ് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരുന്നു. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടേൺഡ് ദ കോർണർ എന്ന് പറയുന്ന ശൈലി ഉപയോഗിക്കുന്നത്. ഒരു ദുരിതഘട്ടം കഴിഞ്ഞ് നല്ലൊരു അവസ്ഥയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി തരണം ചെയ്യുന്നു എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ടേൺ ദ കോർണർ എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ വരുന്ന ഓപ്ഷനാണ് ടു പാസ് ദ ക്രൈസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഇവിടെ വിവാഹമോചനത്തിന് ശേഷം എന്താണ് അവള് ആ ദുരിതങ്ങളൊക്കെ തരണം ചെയ്ത്, പല പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ട് ഇപ്പോൾ എന്താണ് മുമ്പത്തേക്കാളും സന്തോഷവതിയായി എന്നാണ് ഈ ഒരു സെന്റൻസിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ടേൺ ദ കോർണർ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യുന്നു എന്നൊരു അർത്ഥമാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്നതാണ് നമ്മുടെ അടുത്ത ഇഡിയമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഇഡിയം എന്താണ്, ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്നതാണ് നമ്മുടെ ഇഡിയം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് എന്നതാണ്. അപ്പോൾ ഇവിടെ ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് എന്നാണ്. അതായത് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്, ഒരു കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ആശയക്കുഴപ്പത്തിലാവുക അല്ലെങ്കിൽ കുഴഞ്ഞു പോവുക എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം എന്ന് പറയും. ഇപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ വിശദീകരിക്കാൻ പറ്റുമ്പോൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, എന്താണ് നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ വരുന്നതാണ് ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറയുന്നത്. ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഇഡിയം എന്താണ്, ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് എന്നതാണ് അർത്ഥം വരുന്നത്. ഒരു കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ആശയക്കുഴപ്പത്തിലാവുക അല്ലെങ്കിൽ കുഴഞ്ഞു പോവുക എന്നൊക്കെയാണ് ഈ ഒരു ശൈലിയുടെ അർത്ഥം വരുന്നത്. ഇനി അടുത്തത് സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ആരോ. എ സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്, ആൻഡ് ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നാണ് സ്ട്രെയിറ്റ് ആരോ എന്ന ആ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് ഒരു സ്ട്രെയിറ്റ് ആരോ ആണ് എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ് എന്താണ്, ഒരു സത്യസന്ധനും വിശ്വസ്തനുമായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞാൽ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്നത്. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്, അത് നമുക്ക് ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. കാരണം ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ എ സിമ്പിൾ പ്രോബ്ലം, എ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം, എ ക്രാക്കബിൾ സിറ്റുവേഷൻ,
എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. നേരെ തന്നെ ഹാർഡ് നട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തത് ഹിസ് ബ്ലഡ് റാൻ കോൾഡ് വെൻ ഹി ഹേർഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട് വാസ് മർഡേർഡ് എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഹിസ് ഫ്രണ്ട് വാസ് മർഡേർഡ്. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഹിസ് ബ്ലഡ് റാൻ കോൾഡ്. അപ്പോൾ ഇവിടെ ബ്ലഡ് റാൻ കോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയത്തിൻ്റെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ബ്ലഡ് റാൻ കോൾഡ് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? തൻ്റെ കൂട്ടുകാരൻ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവനെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഹി വാസ് വെരി ആംഗ്രി. അവൻ്റെ കൂട്ടുകാരൻ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവൻ ദേഷ്യപ്പെട്ടോ? ഹി വാസ് അപ്സെറ്റ്. ഹി വാസ് കൂളായോ? അതൊക്കെ തെറ്റല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് ഹി വാസ് ഹൊറിഫൈഡ് എന്നതാണ്. അപ്പോൾ ഇവിടെ ബ്ലഡ് റാൻ കോൾഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലേ, പ്രേതപ്പടമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, തണുത്ത അവസ്ഥയിൽ നമ്മളിങ്ങനെ ഇരിക്കില്ല. അതിനകത്ത് എന്താണ്? ഹൊറിഫൈഡ് ആവുക, ഭയക്കുക, അല്ലെങ്കിൽ നമ്മൾ സംഭ്രമിച്ചു പോകുക എന്ന് പറയില്ല, നിശ്ചലമായിട്ട് സംഭ്രമിച്ചു പോകുക എന്ന് പറയില്ല. ആ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് ബ്ലഡ് റാൻ കോൾഡ് എന്ന് പറയുന്നത്. തൻ്റെ കൂട്ടുകാരൻ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അയാൾ എന്താണ്? ഭയന്നു പോയി, അല്ലെങ്കിൽ നിശബ്ദനായി സംഭ്രമിച്ചു പോയി. ആ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ബ്ലഡ് റാൻ കോൾഡ് എന്ന് പറയുന്നത്. ബ്ലഡ് റാൻ കോൾഡ് എന്ന് പറയുന്നത് ഭയന്നു വിറച്ചു എന്നൊരു മീനിങ്ങിലേക്ക് കൊടുക്കാം. ഹി വാസ് ഹൊറിഫൈഡ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ഇതിലേക്ക് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതിപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ ഒരു ചോദ്യം പൂർണ്ണമായിട്ടില്ല, ചോദ്യം എഴുതാം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് വെൻ റിത സെയ്സ് the subject is Greek and Latin to me. എന്താണ് അവൾ അർത്ഥമാക്കുന്നത്? ഷീ മീൻസ്, അവൾ എന്താണ് ഈ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വെൻ റിത സേസ് ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ. ഇങ്ങനെ വന്നിട്ട് നമ്മളോട് മുന്നിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ ഈ പറയണത്? അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ന്യൂ ടു ഹെയർ, അവൾക്കൊരു പുതിയതാണ് എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് എന്ന് പറയുന്നത്. ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂ, പുതിയതാണ്. വെൻ റിത സേസ് ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ, അപ്പോൾ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ന്യൂ ടു ഹെയർ എന്നാണ്. അവൾക്കതെന്താണ്? പുതുതാണ് എന്നൊരു മീനിങ് ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഡിയം കൂടി ഓർത്തിരിക്കുക. ഇനി ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ്, അതിനുശേഷം ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. അവിടെ എന്താണ് നമ്മൾക്ക് ഫില്ല് ചെയ്യേണ്ടതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സൈക്കോഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖസ്തുതി പറയുന്നവർ അല്ലെങ്കിൽ അടിമകൾ, അവരെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അകത്ത് എത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു അർത്ഥത്തിൽ വരുന്നത് എന്താ? അറ്റ് ആൻ ആംസ് ലെൻസ് എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ് അറ്റ് ആൻ ആംസ് ലെങ്ത് എന്നാണ് ഇവിടെ നമ്മുടെ അർത്ഥമായിട്ട് വരേണ്ടത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന സൈക്കോഫാൻസിനെ, മുഖസ്തുതി പറയുന്നവർ അല്ലെങ്കിൽ അടിമകളെ എന്നൊരു അർത്ഥത്തിലാണ് അത് വരുന്നത്. അവരെ കുറച്ച് അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നൊരു അർത്ഥത്തിൽ കൃത്യമായിട്ട് ഇവിടെ യോജിക്കേണ്ട ഇഡിയം എന്നാണ് അറ്റ് ആൻ ആംസ് ലെങ്ത് എന്നാണ് അവിടെ അർത്ഥമായിട്ട് വരേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ എ നട്ട്ഷെൽ, ചുരുക്കത്തിൽ എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. PSC റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ഇഡിയമാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അതായത് എഴുതി നൽകുക എന്നൊരു അർത്ഥത്തിൽ. ഇപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ ആണെങ്കിൽ എഗ്രിമെൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? അത് എഴുതി കൊടുക്കുക, ആ ഒരു അർത്ഥത്തിലാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. വ്യക്തമായി എഴുതിയിരിക്കുന്നത് എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് ഈ പറയുന്ന ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഇഡിയം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? അറ്റ് ആൻ ആംസ് ലെങ്ത് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ഇതിലേക്ക് വരാം. ഹി ഗോട്ട് ഹോം ഫ്രം ദ പാർട്ടി ഓൾ ഇൻ വൺ പീസ് എന്നാണ്. ഹി ഗോട്ട് ഹോം ഫ്രം ദ പാർട്ടി ഓൾ ഇൻ വൺ പീസ് എന്നാണ് ഇവിടെ നമ്മുടെ അടുത്ത ഇതായിട്ട് നൽകിയിരിക്കുന്നത്. ഓൾ ഇൻ വൺ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്ലി എന്നാണ്. ഹി ഗോട്ട് ഹോം ഫ്രം ദ പാർട്ടി ഓൾ ഇൻ വൺ പീസ്. അപ്പോൾ ഓൾ ഇൻ വൺ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സേഫ്ലി എന്നൊരു അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ്. സേഫ്ലി എന്നൊരു അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ് ഓൾ ഇൻ വൺ പീസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ഗിവ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ. ഇതിന് നമ്മൾ
പണ്ടേ കേൾക്കുന്നത് എന്താ മനക്കോട്ട കിട്ടുക എന്നൊരു അർത്ഥം വരില്ല. മേക്ക് ഫൂളിഷ് കാൽക്കുലേഷൻസ്, ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ് ഇവിടെ ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് പറയുന്നത്. ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ആ ഒരു ഇഡിയത്തിന്റെ അർത്ഥം എന്നാണ് മേക്ക് ഫൂളിഷ് കാൽക്കുലേഷൻസ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഇത് നമ്മളിപ്പോൾ കണ്ട ഒരു ഇഡിയമാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്തെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എ ബോട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്ന ഇഡിയമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വിരളമായിട്ട് എന്നൊരു മീനിങ്, അപൂർവമായിട്ട് എന്നൊരു അർത്ഥത്തിൽ വരുന്ന ഒരു ഇഡിയമാണ്. ഇവിടെ ഈ ഒരു ഇഡിയത്തിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഓർ ന്യൂസ് എന്നതാണ് ഇവിടെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സെയിം മീനിങ് തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മുടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ അത് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇവിടെ ഡയറക്റ്റ് അതിൻ്റെ അർത്ഥം ചോദിച്ചു. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഓർ ന്യൂസ് എന്നൊരു അർത്ഥം വരുന്നു. അപൂർവമായിട്ട്, വിരളമായിട്ട്, പെട്ടെന്ന് നമുക്ക് എപ്പോഴും സംഭവിക്കാത്ത സംഭവം, പെട്ടെന്ന് സംഭവിക്കുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നത് ഒരു ഇവന്റോ അല്ലെങ്കിൽ ന്യൂസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദ ഇഡിയം ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ടു മേക്ക് സംതിങ് പബ്ലിക്, രഹസ്യം വെളിപ്പെടുത്തുക. ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹീസ് എ ബിഗ് ചീസ് ഡയാന ടോൾഡ് മീ. ബിഗ് ചീസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിഗ് ചീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ്. ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ബിഗ് ചീസ് എന്ന പ്രയോഗം. അപ്പോൾ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ, ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണെ നമുക്ക് എന്തെന്ന് പറയാം? ബിഗ് ചീസ് എന്ന് നമുക്ക് പറയാം. ഹീസ് എ ബിഗ് ചീസ് എന്ന് പറയുമ്പോൾ ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ് അവിടെ ആ ബിഗ് ചീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്റ്റേ ഓൺ യുവർ ടോയ്സ്. സ്റ്റേ ഓൺ യുവർ ടോയ്സ് എന്നാണ് നമ്മുടെ അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റേ ഓൺ യുവർ ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി അലേർട്ട് എന്നാണ് ഇവിടെ നമ്മളെ ഈ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്റ്റേ ഓൺ യുവർ ടോയ്സ് എന്ന ആ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നതാണ് ബി അലേർട്ട്. അതായത് ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഇരിക്കുക എന്നൊരു അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ് ഈ പറയുന്ന സ്റ്റേ ഓൺ യുവർ ടോയ്സ് എന്ന് പറയുന്നത്. സ്റ്റേ ഓൺ യുവർ ടോയ്സ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? ബി അലേർട്ട് എന്നാണ്. സ്റ്റേ ഓൺ യുവർ ടോയ്സ്, ശ്രദ്ധയോടെയും അതുപോലെ ജാഗ്രതയോടെയും ഇരിക്കുക എന്നൊരു അർത്ഥത്തിൽ വരുന്ന ഇഡിയമാണ് ഈ പറയുന്ന സ്റ്റേ ഓൺ യുവർ ടോയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇഫ് യു ആർ അണ്ടർ എ ക്ലൗഡ് ഇറ്റ് മീൻസ് ദാറ്റ്. അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ യു ആർ ഇൻ ട്രബിൾ എന്നാണ്. അണ്ടർ എ ക്ലൗഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യു ആർ എ ട്രബിൾ എന്നാണ് അണ്ടർ എ ക്ലൗഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അണ്ടർ എ ക്ലൗഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യു ആർ എ ട്രബിൾ എന്നാണ്. ഇനി അടുത്തത് ചൂസ് ദ സ്യൂട്ടബിൾ ഇഡിയം ഫ്രം ദ ഓപ്ഷൻസ് ടു റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്. റിയ ഡസ് നോട്ട് ലൈക്ക് ടു ഗോ ഫോർ പാർട്ടീസ്, ഷീ ഗോസ് ടു വൺ വെരി റെയർലി. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, റെയർലി എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇനി അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ആ ഒരു ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? വെരി റയർലി എന്നൊരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താണ് അർത്ഥം? വെരി റയർലി എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അടുത്തത് റിയ ഡസ് നോട്ട് ലൈക്ക് ടു. ഇപ്പോൾ ഓർത്തിരിക്കാം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? വെരി റയർലി എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇനി അടുത്തത് ദ ബ്രിഡ്ജ് കോഴ്സ് ഗീവ് ദ സ്റ്റുഡൻസ് എ ഡാഷ് ഇൻ ദ ഫോളോയിങ് അക്കാഡമിക് ഇയർ എന്നാണ് അടുത്തത്. ഇവിടെ ലഗ് അപ്പ് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ലഗ് അപ്പ് എന്നാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വേണ്ടത്. ദ ബ്രിഡ്ജ് കോഴ്സ് ഗീവ്സ് ദ സ്റ്റുഡൻസ് എ ഡാഷ് ഇൻ ദ ഫോളോയിങ് അക്കാഡമിക് ഇയർ. ലഗ് അപ്പ് ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം എന്നൊരു അർത്ഥത്തിലാണ് ലഗ് അപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഈ 40 വിങ്സ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉറക്കം, ഉച്ചമയക്കം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് 40 വിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം.
ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നതാണ് നമുക്ക് അടുത്ത ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആഡ് ഫ്യൂവൽ ടു ദ ഫയർ, ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി, ആഡ് സാൾട്ട് ഇൻ ദ വൂണ്ട്, ആഡ് എ ഫെദർ ഇൻ ദ ക്യാപ്പ്. ഇവിടെ നോക്കുമ്പോൾ എയും ബിയും സിയും ഏകദേശം ഒരു അവസ്ഥയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരേ അർത്ഥമാണ്. അതായത് ഒരു മോശമായ അവസ്ഥയെ കൂടുതൽ വഷളാക്കുക എന്നൊരു മീനിങ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എരുതിയിൽ എണ്ണയൊഴിക്കുക, ആ ഒരു അർത്ഥത്തിലാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ്. ഒരു പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുക എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ്. ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ മുറിവിൽ ഉപ്പ് തേക്കുക എന്നൊരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. അതായത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ മാനസികമോ വൈകാരികമോ ആയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ആ ഒരു അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. ആഡ് സാൾട്ട് ഇൻ ദ വൂണ്ട് എന്ന് പറഞ്ഞാലാണ് മുറിവിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന എന്താണ് മുറിവിൽ ഉപ്പ് തേക്കുക. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്നതിന് സമാനമായ അർത്ഥമാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന 3 കേസിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തെ അത് കൂടുതൽ വഷളാക്കുക, ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. അതേസമയത്ത് ആഡ് എ ഫെദർ ഇൻ ദ ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡിയിൽ ആ ഒരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് നേട്ടം കൈവരിക്കുക, ഒരു അംഗീകാരം നേടുക എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ചോദ്യം ടു ദ എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദ ഫെൻസ്, ഇത് PS റിപ്പീറ്റഡ് ആണ്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ ചോദ്യം. അപ്പൊ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്ന ഇഡിയം ടു റിമെയിൻ ന്യൂട്രൽ എന്നതാണ് ഈ ഒരു ഇതിന്റെ അർത്ഥം. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ ടു റിമെയിൻ ന്യൂട്രൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു പക്ഷം ചേരാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുക, 2 പക്ഷത്തും ചേരാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുക എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്ന ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ടു റിമെയിൻ ന്യൂട്രൽ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ദ ഗിവൺ സെന്റൻസ്. വി ഗോ ഫോർ പിക്നിക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അത് നമ്മളിപ്പോൾ പറഞ്ഞാണ്. സെൽഡം എന്നൊരു അർത്ഥത്തിൽ നമ്മൾ വരും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, സെൽഡം, വെരി റെയർലി എന്നൊരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. തൊട്ട് മുമ്പ് റെയർലി എന്നാണ് നമ്മൾ കണ്ടത്, ഇപ്പോൾ ഇവിടെ സെൽഡം എന്നാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അവിടെ വീണ്ടും വന്ന് ഇത് റിപ്പീറ്റഡ് ആണ്. റെയർലി എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ടീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് ടീറ്റ് എന്ന് പറയുക. അപ്പോൾ ടീറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭാഷണത്തെ, കോൺവെർസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടീറ്റ് എന്ന് പറയുന്നത്. ടീറ്റ് എന്ന് പറയുന്നത്. ഇനി ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽ. ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ് എന്നതാണ് ഇവിടെ നമ്മുടെ അർത്ഥമായിട്ട് വരുന്നത്. ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്, ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ആവേശം കെടുത്തുകയോ അവരുടെ പ്രയത്നങ്ങൾക്ക് ഫലമില്ലാതാക്കുകയോ ചെയ്യുക എന്നൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇവിടെ പറയുന്നത് എൻ്റെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ ഫലപ്രദമല്ലാതാക്കി എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ ഫലപ്രദമല്ലാതാക്കി, അതായത് ഒരു വ്യക്തിയുടെ ആവേശം കെടുത്തുകയോ അവരുടെ പ്രയത്നങ്ങൾക്ക് ഫലമില്ലാതാക്കുകയോ ചെയ്യുക എന്നൊരു മീനിങ് ആണ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ഇഡിയത്തിലൂടെ ഇവിടെ ഉദ്ദേശിക്കുക. ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്, മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ് എന്നതാണ് ഇവിടെ അർത്ഥമാവുന്നത്. ഇനി അടുത്തത് ഓൺ ദ ട്രോട്ട്. ഓൺ ദ ട്രോട്ട് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് നമ്മൾ അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓൺ ദ ട്രോട്ട് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം കൺസിക്യൂട്ടീവ്ലി എന്നതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. തുടർച്ചയായിട്ട്, ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്നൊരു മീനിങ്ങിലാണ് ഓൺ ദ ട്രോട്ട് എന്ന് പറയുന്ന ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൺ ദ ട്രോട്ട് ഓർത്തിരിക്കുക, കൺസിക്യൂട്ടീവ്ലി, ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ ഈ ഒരു ഇഡിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അടുത്ത് നടന്ന പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇഡിയംസ് ആണ്. അതായത് ഈ 2024, 2025
അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷകളിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇത് ചോദിക്കാം. പല ഇഡിയംസും നമുക്കറിയാം പ്രീവിയസ് ആയിട്ട് എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇഡിയംസ് ആണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.